ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ 10 കിലോമീറ്റർ സറൗണ്ടിങ് ഏരിയയായ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് പൂവാർ ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഏകദേശം 100 മീറ്റർ മാത്രമാണ് അകലമുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന മെയിൻ റോഡ് ആവട്ടെ ഉച്ചക്കട, പഴയ ഉച്ചക്കട, കളിയിക്കുള എന്നീ പ്ലേസിലേക്കാണ് ഈ ബോർഡർ മെയിൻ റോഡ് കടന്നു പോകുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന പ്രോപ്പർട്ടിയോട് ചേർന്ന് കാണുന്ന ഗോഡൌൺ പോലുള്ള വലിയ ബിൽഡിങ്ങും നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് റിലേറ്റഡ് ബിസിനസിന് ആവശ്യമായിട്ടുള്ള വെയർഹൌസും ഗോഡൌണും ലോജിസ്റ്റിക് ഓഫീസുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ എൻട്രൻസിന് ഏകദേശം 15 മീറ്ററോളം ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് വാളും അതിനോട് ചേർന്നിട്ടുള്ള ഗേറ്റും നമ്മൾ തൊട്ടു മുന്നേ കണ്ടതാണ്. നമ്മൾ ഈ കാണുന്ന വിശാലമായ ലാൻഡും അതിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങും ഏകദേശം 14 സെന്റ് സ്ഥലമാണുള്ളത്. നമ്മുടെ ഈ ലാൻഡ് പോർഷൻ റോഡിന് പാരലായിട്ടുള്ളതും സർഫസ് ഏരിയ വളരെ ഫ്ലാറ്റുമാണ്. നമുക്കിനി ലാൻഡ് പോർഷന്റെ ഏറ്റവും ബാക്ക് പോർഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ബാക്ക് പോർഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് വാള് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതോടൊപ്പം വളരെ വിശാലമായൊരു പ്ലേസ് തന്നെയാണ് ബാക്ക് പോർഷൻ. നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്ലേസും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ഉള്ളതായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വലിയ 2 ബിൽഡിങ്ങിന്റെ എൻട്രൻസ് പോർഷനിൽ വലിയ 2 ഷട്ടേഡ് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. മുന്നിലൂടെയുള്ള എൻട്രൻസിലൂടെയാണ് നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കടക്കേണ്ടത്. ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ധാരാളം ബീമും ഫില്ലേഴ്സും ബിൽഡിങ്ങിൽ കാണാൻ സാധിക്കും. ഫ്യൂച്ചറിൽ 1 or 2 നില ബിൽഡിംഗ് ബിൽഡ് ചെയ്യാനായിട്ടും സാധിക്കും. നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് 2 പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കയറി വന്ന പോർഷൻ ഇതാണെങ്കിലും തൊട്ടപ്പുറത്ത് ഇതിന്റെ 1 ഇരട്ടി കൂടി വലിപ്പമുള്ള ഒരു പോർഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് ആ പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും എത്രത്തോളമാണ് സ്പേസ് ഉള്ളതെന്ന്. ഇങ്ങനെ 2 ഗോഡൌൺ മാതൃകയിലുള്ള ബിൽഡിംഗ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ധാരാളം ബീമും ഫില്ലേഴ്സും കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് 1 or 2 നില മുകളിലേക്ക് പണിയാനായിട്ട് സാധിക്കും. ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് പോർഷനിലെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ധാരാളം വണ്ടികളാണ് ദിനം പ്രതി ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. അതുമാത്രമല്ല, ചുറ്റുപാടുമുള്ള പ്ലേസുകളെല്ലാം ഹോട്ടലുകളും റിസോർട്ടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാരണം പൂവാർ എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അതിനാൽ ധാരാളം വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി പൂവാർ സന്ദർശിച്ചിട്ട് തിരിച്ചു പോകുന്നത്. ഫ്യൂച്ചറിൽ പൂവാർ കപ്പൽ നിർമ്മാണശാല അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഷിപ്പ്യാർഡ് വരാൻ പോകുന്നത് നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടിയുടെ 1 കിലോമീറ്റർ സറൗണ്ടിങ് ഏരിയയിലാണ്. തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൾ ദിസ് നമ്പർ